വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ വയനാട്ടിൽ നിയമന കോഴ വിവാദം കൊഴുക്കുന്നു. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമനത്തിന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വിജയൻ ഇടനിലക്കാരനായി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നാണ് ആരോപണം. IC ബാലകൃഷ്ണൻ പണം വാങ്ങിയെന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് CPM നാളെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. എന്നാൽ ആരോപണങ്ങൾ IC ബാലകൃഷ്ണൻ MLA തള്ളി. IC ബാലകൃഷ്ണനും MLA പ്രസിഡന്റായിരിക്കുന്ന സമയം മുതൽ ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ NM വിജയൻ KPCC പ്രസിഡന്റിന് കൊടുത്ത ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എഗ്രിമെൻ്റ് IC ബാലകൃഷ്ണന് വേണ്ടി പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഗ്രിമെൻ്റ് പുറത്തു വന്നിട്ടുണ്ട്. തെളിവുകളെല്ലാം അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPM-ന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം. IC ബാലകൃഷ്ണൻ മാത്രമല്ല ഇതിന് ഉത്തരവാദി. KPCC നേതൃത്വം ഈ ആത്മഹത്യയ്ക്ക് ഉത്തരവാദിയാണ്. ഈ വേട്ടയാടൽ നിർത്തിയേ പറ്റൂ. NM വിജയന്റെ ഗതികേട് മറ്റൊരാൾക്കും ഈ ഭൂമുഖത്തുണ്ടാകാൻ പാടില്ലെന്ന് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. അധികാരങ്ങളൊന്നും ഉണ്ടാവും, നാളെ അധികാരങ്ങൾ നഷ്ടപ്പെടും. അതിലൊന്നും IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഭയമില്ല. എൻ്റെ കൈ ശുദ്ധമാണ്. എന്നെ മോശമാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ എന്നെ വളരെ ചെറുതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടി നടക്കുന്നു. ഇത് സുൽത്താൻ ബത്തേരിയിലെ നല്ല വോട്ടർമാർ, നല്ല വ്യക്തിത്വ ഉടമകളായ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇതൊന്നും വിലപ്പോവില്ല. അനീസ് അലി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. അനീസ്, വിജയന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ വലിയ നിയമനക്കോഴ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ, ആരോപണങ്ങളൊക്കെ തന്നെയാണ് പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ആത്മഹത്യാ കുറിപ്പടക്കം ആദ്യം അവിടെ എത്തിയ കോൺഗ്രസ് നേതാക്കൾ എടുത്തു മാറ്റി തുടങ്ങിയ ആരോപണവുമൊക്കെയായി CPM നേതൃത്വം രംഗത്തെത്തിയിരുന്നു. IC ബാലകൃഷ്ണനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കുന്നു? നിലവിലെ സാഹചര്യം എന്താണ് സമഗ്രമായി? തീർച്ചയായും IC ബാലകൃഷ്ണൻ NM വിജയൻ്റെ മരണത്തിന് ശേഷം പിന്നീട് രാഷ്ട്രീയ വിവാദമായി ഇത് ഉയരുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങളായി ഉയരുന്നത്. NM വിജയൻ സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലേക്ക് നിയമനത്തിന് വേണ്ടി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇടനിലക്കാരനായി കോഴ വാങ്ങിയെന്നാണ് ആരോപണം ഉയരുന്നത്. അതിന് സംബന്ധമായി ഇന്നലെ ഒരു കരാറിൻ്റെ രേഖ എന്നർത്ഥത്തിൽ ഒരു പേപ്പർ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് IC ബാലകൃഷ്ണന് വേണ്ടി NM വിജയൻ ഒന്നാം കക്ഷിയായും അതുപോലെ തന്നെ പീറ്റർ രണ്ടാം കക്ഷിയായും ഏർപ്പെടുന്ന കരാർ എന്നാണ് പറയുന്നത്. ഈ പീറ്ററിൻ്റെ മകന് ഇനി വരുന്ന ഒഴിവിൽ നിയമനം നൽകാമെന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ വാങ്ങുന്നു എന്നതാണ് ഈ ലെറ്ററിൽ കരാറിൽ പറയുന്നത്. IC ബാലകൃഷ്ണനും ഈ NM വിജയനും മാത്രം അറിയുന്നത് കൊണ്ട് മറ്റ് സാക്ഷികൾ ഇതിന് വേണ്ട എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധമായി IC ബാലകൃഷ്ണൻ്റെ പ്രതികരണം വരുന്നത് വ്യാജരേഖയാണിത്, ഇതിനെതിരെ നിയമ നടപടിയെടുക്കും. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഇതിന് സമാനമായി മറ്റു ചില രേഖകൾ പുറത്തു വന്നിരുന്നു. അന്ന് ആ സമയത്ത് തന്നെ KPCCക്ക് പരാതി നൽകുകയും KPCC അതിൽ അന്വേഷിക്കുകയും എന്നിട്ട് ഈ വ്യാജരേഖ ഉണ്ടാക്കിയ പാർട്ടിക്കകത്തുള്ള ചിലർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്തതാണ്. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോഴും ഈ രേഖ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും CPM ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. CPM ഇന്നിപ്പോൾ വാർത്താസമ്മേളനം നടത്തി ജില്ലാ സെക്രട്ടറി ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവും, പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്ന് അറിയിക്കുന്നു. നാളെ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ്റെ ഓഫീസിലേക്ക് CPM മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും NM വിജയൻ്റെ മരണത്തോടുകൂടി രാഷ്ട്രീയ വിവാദം ഉയരുകയാണ്. സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലേക്ക് നിയമനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയെന്നും അത് പാർട്ടിക്കാർക്ക് എല്ലാവർക്കും നൽകി, പാർട്ടിയിൽ ചില ആളുകൾക്ക് വേണ്ടിയാണ് കോഴ വാങ്ങിയത്. IC ബാലകൃഷ്ണൻ മാത്രമല്ല മറ്റ് ചില ഒരു സംഘം ആളുകൾക്ക് വേണ്ടിയാണ് NM വിജയൻ കോഴ വാങ്ങിയത് എന്ന് പറയുന്നു. എങ്കിലും ആ പണം നൽകാൻ, അതായത് ഈ മറ്റൊരു ഭരണസമിതി രംഗത്ത് വന്നപ്പോൾ അവർക്ക് നിയമനത്തിന് കോഴ വാങ്ങിയ ആളുകൾക്ക് നിയമനം നൽകാൻ കഴിയാതെ വന്നപ്പോൾ അത്
വലിയ തരത്തിൽ ഈ ഉദ്യോഗാർത്ഥികൾ പണം തിരിച്ചു ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് ഇദ്ദേഹം KPCCക്ക് പരാതി നൽകി. ഈ KPCCയുടെ പരാതി അന്വേഷിച്ചിട്ടും KPCC ഇതിൽ നടപടിയൊന്നും എടുത്തില്ല. അതുകൊണ്ട് വലിയ കടബാധ്യതയിൽ അകപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ജീവനൊടുക്കിയത് എന്നാണ് പുറത്തുവരുന്ന ആരോപണം. എന്തായാലും ആ വിഷയം CPM ഏറ്റെടുത്തിരിക്കുന്നു. CPM ആ വിഷയത്തിൽ നാളെ സുൽത്താൻ ബത്തേരി MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ പറയുന്നത് ഇത് വ്യാജരേഖയാണ്. തൻ്റെ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ 6 വർഷമായി ഇത്തരത്തിൽ തന്നെ പാർട്ടിക്കകത്തും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ വേട്ടയാടുന്നുണ്ട്. അതിനെതിരെ നിയമ നടപടിയെടുക്കും. അതോടൊപ്പം KPCCക്ക് പരാതി നൽകും. ഇപ്പോൾ നാളെ ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹം പരാതി നൽകുമെന്ന് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അനീസ്, ഈ വിഷയം CPM വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് സാധ്യത. ജില്ലാ സെക്രട്ടറി റഫീഖ് അടക്കം പറയുന്നതിൽ നിന്ന് അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ പിന്നെ ഉദ്യോഗത്തിനായി സമീപിച്ച ആളുകളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ വലിയ രീതിയിലുള്ള പരാതികളൊക്കെ തന്നെ ഉയർന്നിരുന്നു? അത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു? അതോടൊപ്പം തന്നെ അവിടെ ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നേരത്തെയും ആരോപണം വിധേയരായ ബാങ്ക് ആണോ ഇത്? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ട്. അതേസമയം ഈ നിയമനത്തിന് കോഴ നൽകി എന്ന് പറയുന്ന വ്യക്തികൾ ആരും തന്നെ ഇതുവരെ രംഗത്ത് വരാൻ തയ്യാറായിട്ടില്ല. പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങളോട് അത് സംബന്ധമായി എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന കത്തിൽ പറയുന്ന, ആ രേഖയിൽ പറയുന്ന പീറ്റർ എന്ന് പറയുന്ന വ്യക്തി പോലും രംഗത്ത് വന്നിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് തന്നെയാണ് IC ബാലകൃഷ്ണൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ കോഴ നൽകിയെന്ന് പറയുന്നത് 1-2 രൂപയല്ല, 30 ലക്ഷം 40 ലക്ഷം ഒക്കെയാണ് ആരോപണമായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ, നിയമനം ലഭിക്കാത്ത വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ആ ആളുകൾ എന്തുകൊണ്ട് തന്നെ കാണാൻ വരുന്നില്ല? അല്ലെങ്കിൽ ഇന്നലെ വന്ന പീറ്റർ എന്ന് പറയുന്ന വ്യക്തി, പീറ്ററെ കുറിച്ച് IC ബാലകൃഷ്ണൻ പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് തനിക്ക് അറിയില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം 30 ലക്ഷം രൂപ IC ബാലകൃഷ്ണന് വേണ്ടി NM വിജയന് കോഴ കൊടുക്കുന്നു എന്നാണെങ്കിൽ NM വിജയനോട് സംസാരിക്കുന്നതിൻ്റെ കൂടെ എപ്പോഴെങ്കിലും IC ബാലകൃഷ്ണനോട് താങ്കൾ അവരുടെ അറിവോടെയാണോ എന്ന് വിളിച്ചു ചോദിക്കുമല്ലോ. അത് കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷവും തന്നെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തൊന്നും തന്നോട് ഇത്തരം പരാതിയുമായി ഒരാൾ പോലും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല. താൻ ഇനി സ്ഥാനത്ത് ഉള്ളത് കൊണ്ടാണെങ്കിൽ താൻ ഒഴിഞ്ഞതിന് ശേഷം DCCയിൽ പ്രസിഡന്റുമാർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ND അപ്പച്ചനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലും ഇങ്ങനെ പണം നൽകിയെന്ന പരാതിയുമായി ആരും എത്തിയിട്ടില്ല. ഇത് വ്യാജരേഖയും വ്യാജ ആരോപണവുമാണ്, രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ പണം നൽകിയെന്ന് പറയുന്ന, കോഴ നൽകിയെന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളോ അവരുടെ ബന്ധുക്കളോ ആരും തന്നെ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ശരി അനീസ്.